Hi everyone, welcome back to a new video. And today നമ്മുടെ ടോപ്പിക്ക് റീനൽ കാൽക്കുലി ആണ്. ഓക്കെ, എല്ലാവരും തന്നെ കേട്ടിരിക്കുന്നൊരു ടോപ്പിക്കായിരിക്കും. ഭയങ്കര ജനറലായിട്ടുള്ളൊരു ടോപ്പിക്കാണ് റീനൽ കാൽക്കുലി. നമ്മൾ ഫിസിയോളജിയിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫിസിയോളജിയിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് റീനൽ കാൽക്കുലി. കാൽക്കുലി മീൻസ് വാട്ട്? സ്റ്റോൺ ആണ് അല്ലേ, ഒരു മാസീവായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക. എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? റീനൽ കാൽക്കുലിന. റീനൽ മീൻസ് എന്താണ്? കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്താണ്. നമുക്ക് കുറച്ച് ടേംസ് അല്ലേ, കാർഡിയാക് എന്ന് പറയുമ്പം എന്തായിരിക്കും? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. പൾമണറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. സോ അതുപോലെ ഇവിടെ റീനൽ എന്ന് പറയുമ്പോൾ എന്താണ്? കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നതാണ്. സോ ഇവിടെ കിഡ്നിയിലാണ് എന്താണ് സ്റ്റോൺ ഫോം ചെയ്തിരിക്കുന്നത്. സോ കിഡ്നി എന്ന് പറയുമ്പം കിഡ്നി എന്നുള്ള ആ ഒരു ഓർഗൻ മാത്രമാവില്ല, അതിൽ വരുന്ന യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് റീനൽ പെൽവിസ് ആവാം, റീനൽ പെൽവിസ് അല്ലെങ്കിൽ യുറേറ്റർ ആവാം, യൂറിനറി ബ്ലാഡറിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിങ്, അതായത് എക്സ്റ്റേണൽ വരുന്ന ആ ഒരു പാർട്ടിലാവാം ഈ ഫോമേഷൻ വരുന്നത്. ഈ ഫോമേഷൻ മീൻസ് അവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ്സ് വന്ന് ആവുന്നതാണ്. അതാണൊരു മാസീവ് സ്ട്രക്ചറായിട്ട്, ഈ ഡെപ്പോസിഷൻസ് എല്ലാം കൂടെ വന്നിട്ടാണ് അവിടെ ഒരു മാസീവ് സ്ട്രക്ചർ, ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടൊരു സ്ട്രക്ചറായിട്ട് മാറുന്നത്. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെയിൻഫുള്ളാണ്. നമ്മുടെ ആ ഒരു അബ്ഡോമിനൽ പെൽവിക് റീജിയൻസിലൊക്കെ നല്ല പെയിൻ ആയിരിക്കും. നമ്മൾ ആദ്യം അങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് തന്നെ, മേ ബി അങ്ങനെ ആയിരിക്കും. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് മൈന്യൂട്ട് മെഡിസിൻസ് കൊടുത്ത് തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. സ്റ്റോൺ ലൈക്ക് ഇൻസോലബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മെഡിസിൻസ് കൊടുത്ത് അതിനെ സോലബിളാക്കി നമുക്ക് ലയിപ്പിച്ച് കളയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണെങ്കിൽ അങ്ങനെ പോവും. ലൈക്ക് നമുക്ക് അലോപ്പതിക് ട്രീറ്റ്മെൻറ്റും അങ്ങനെയുണ്ട്, ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് അതിനുണ്ട്. ബട്ട് ചില സ്റ്റോൺസ് അങ്ങനെ പോകത്തില്ല, അതായത് കുറച്ച് സിവിയർ ആയിട്ടുള്ള കേസസിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ സർജറീസ് കൊടുക്കും. സർജറി അല്ലെങ്കിൽ മെക്കാനിക്കലി നമ്മളത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് കണ്ടീഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് റീനൽ പെൽവിസിൽ വന്ന് സ്റ്റോൺ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു പാത്വേ ബ്ലോക്ക് ആവുകയാണ്. സോ യൂറിൻ ഫോമേഷൻ എൻ്റെയർ ആ ഒരു സിസ്റ്റത്തെ തന്നെ അഫക്റ്റ് ചെയ്യുക. ഫൈനലി അതെന്തായിരിക്കും? ബോഡിയെ തന്നെ അഫക്റ്റ് ചെയ്യുക അല്ലേ. യൂറിനറി സിസ്റ്റം എന്നൊക്കെ പറയുന്നത് വൺ ഓഫ് ദി വെരി മെയിൻ സിസ്റ്റമാണ്. എല്ലാ സിസ്റ്റവും ഒരേ റോളുണ്ട്, യൂറിനറി സിസ്റ്റം അതുപോലെ തന്നെയാണ്. എല്ലാം ഒരേ സിസ്റ്റം, എല്ലാ സിസ്റ്റവും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ബോഡി പെർഫെക്റ്റ്ലി ഹെൽത്തി സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റായിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഡാമേജ് വന്നാൽ മതി, ഓക്കെ, എറർ എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ വന്നിരിക്കും. സോ ഇവിടെ യൂറിനറി സിസ്റ്റത്തിലാണ് വന്നെങ്കിൽ എക്സ്ക്രീഷൻ എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ ഇൻകംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആവത്തില്ല. ഈ വേസ്റ്റ് പ്രോഡക്റ്റ്സ് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് വെളിയിൽ പോകേണ്ടതാണ്. അത് വേസ്റ്റ് പ്രോഡക്ട്സ് വെളിയിൽ തന്നെ പോകണം. നമ്മളിപ്പോൾ ഇൻഹെയിൽ ചെയ്യുന്നത് ഗ്യാസസിൽ നമുക്ക് വേണ്ട ഓക്സിജൻ ഉണ്ടാവാം, എക്സ്പയർ ചെയ്ത് പോകേണ്ട CO2 ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നൈട്രജൻ്റെ കമ്പൗണ്ട്സ് ഉണ്ടാവാം. അങ്ങനെ പല പല എന്തൊക്കെയാണോ അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇതിനകത്തുണ്ടാവും. അതിനകത്ത് വേണ്ട നമുക്ക് ഓക്സിജനാണ്, അത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് വെളിയിൽ കളയണം. അതവിടെ വേസ്റ്റ് പ്രോഡക്റ്റാണ്, വെളിയിൽ പോയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഫേറ്റൽ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ വെള്ളം ഇൻടേക്ക് നമുക്ക് വേണം. വാട്ടർ ഇസ് വെരി എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ അല്ലേ. എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിലും വാട്ടറിന് നല്ല റോളുണ്ട്. സോ വാട്ടർ എടുക്കുക. ആഫ്റ്റർ ഒരു മെറ്റബോളിക് റിയാക്ഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ATP ഫോമേഷനൊക്കെ കഴിയുമ്പം വേണ്ടാത്ത കുറച്ച് സംഭവം അവിടെ ഫോം ചെയ്യുന്നുണ്ട്. മേ ബി യൂറിക് ആസിഡ്, അമോണിയ പോലുള്ള സംഭവങ്ങൾ. അത് ബോഡിയിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ആ സെൽസിന് ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടാക്കി ഫൈനലി ആ ഓർഗന് ഡാമേജ് വരും. അങ്ങനെ വന്നാൽ നല്ലതല്ല. സോ ഇറ്റ് ഷുഡ് ബി എക്സ്പെൽഡ് ഔട്ട്. അപ്പോൾ ഈ യൂറിനറി സിസ്റ്റമൊക്കെ നല്ലപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ യൂറിനറി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ റീനൽ കിഡ്നിയിൽ ഒക്കെ വരുന്ന ഒരു ക്ലിനിക്കലി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ് ഈ റീനൽ കാൽക്കുലി. അത് നമ്മൾ കിഡ്നി സ്റ്റോൺ ജനറലി പറയും, സ്റ്റോൺ ഫോം ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ, കല്ലെന്ന് പറയും അതിൻ്റെ ഫോമേഷൻ. സോ യൂറോലിത്തിയാസിസ്, ഓൾസോ കോൾഡ് കിഡ്നി സ്റ്റോൺ disease or urinary stone disease, is a crystallopathy caused by excess minerals in the urine combined with insufficient liquid intake. അതായത് ലിക്വിഡ് ഇൻടേക്ക് ഇൻസഫിഷ്യൻ്റ് ആയി, അപ്പോൾ വന്ന് എക്സസ് ആയിട്ടുള്ള മിനറൽസ്
എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ദീസ് ടൈനി ക്രിസ്റ്റൽസ് അഗ്രിഗേറ്റ് ഇൻ ടു ഹാർട്ട് മാസസ്. അതിനെയാണ് നമ്മൾ കാൽക്കുലി എന്ന് പറയുന്നത്. ദാറ്റ് ടിപ്പിക്കലി ഫോം ഇൻ ദ കിഡ്നി ബട്ട് ക്യാൻ ഒക്കർ എനിവെയർ ഇൻ ദ യൂറിനറി ട്രാക്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കിഡ്നി തന്നെ ഫോം ചെയ്യണമെന്നില്ല, യൂറിനറി ട്രാക്റ്റിൻ്റെ എവിടെ വേണേലും അത് വരാം, ഇൻക്ലൂഡിങ് ദ ബ്ലാഡർ. ബ്ലാഡറിലോ പെൽവിസിലോ ഇനി കിഡ്നിയുടെ തന്നെ കോർട്ടിക്സിലോ മെഡുല്ലയിലോ എവിടെ വേണേലും അത് ഫോം ചെയ്യാം. ഇനി സ്മോൾ സ്റ്റോൺസ് ക്യാൻ പാസ് ഇൻ ദ യൂറിൻ വിത്തൗട്ട് സിംറ്റംസ്. സ്റ്റോൺസ് ലാർജർ ദാൻ അബൌട്ട് 5 millimeters ക്യാൻ ബ്ലോക്ക് എ യൂറേറ്റർ ആൻഡ് പ്രൊഡ്യൂസ് സിവിയർ ഷാർപ്പ് ലോവർ ബാക്ക് പെയിൻ, റീനൽ കോളിക് ദാറ്റ് ഓഫൺ റേഡിയേറ്റ്സ് ടു ദ ഗോറി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങളുള്ളൂ. ചില സ്റ്റോൺസ് മേ ബി സ്റ്റോൺ ഫോം ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ യൂറിൻ വഴി തന്നെ എക്സ്പെൽ ചെയ്ത് പോകും. അതുപോലെ ചില സ്റ്റോൺസും നമുക്ക് മെഡിസിൻ കൊടുത്ത് മാറ്റാൻ പറ്റും. പക്ഷേ സിവിയർ ആയിട്ടുള്ള കേസുകളിൽ എന്താണ്, സിവിയർ കേസുകളിൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, തന്നെ പോകത്തില്ല വെളിയിലോട്ട്, നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും. അതായത് സ്റ്റോൺസ് ലാർജർ ദാൻ അബൌട്ട് 5 millimeters ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ യൂറിനറി ട്രാക്റ്റിനെ തന്നെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വന്നാൽ നമ്മുടെ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ബാക്ക് പെയിൻ, ആ ഒരു അബ്ഡോമൻ, പെൽവിക് റീജിയൻസ് ഒക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ആൾക്കൊന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ടൈപ്പ് ഓഫ് വേദനയായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ ഒരു പിക്ചർ കാണാം അല്ലേ. ഇതാണ് കിഡ്നി, ഇവിടെ സ്റ്റോൺ ഫോർമേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പെൽവിസിൻ്റെ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നു, സെക്കൻഡ് ഡയഗ്രത്തിൽ കാണാം. ഇവിടെ ആണെങ്കിൽ ബ്ലാഡറിൽ ഫോം ചെയ്തിരിക്കുന്നു കണ്ടോ, പെൽവിസിൻ്റെ ഈ ഒരു ഭാഗത്ത് ടെർമിനൽ ബ്ലാഡറിൻ്റെ അടുത്തായിട്ട് ഫോം ചെയ്തിരിക്കുന്നു. സോ വേരിയസ് യൂറിനറി സിസ്റ്റത്തിൻ്റെ എവിടെ വേണേലും സ്റ്റോൺ ഫോർമേഷൻ വരാം. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ക്രിസ്റ്റലൈൻ ഡെപ്പോസിറ്റ്സ് ആണ്, അല്ലെങ്കിൽ മിനറൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ക്രിസ്റ്റലൈൻ മാസ്സായിട്ട് മാറുന്നതാണ്. ഓക്കെ, കിഡ്നി സ്റ്റോൺ ഫോം ഇൻ ദ കിഡ്നീസ്. ഓക്കെ, അറിയാവുന്ന കാര്യമാണ്. സിംറ്റംസ് മേ സ്റ്റാർട്ട് ആസ് സ്റ്റോൺ മൂവ്സ് ഇൻ ടു ദ യുറീറ്റേഴ്സ് ആൻഡ് ദ യുറീറ്റേഴ്സ് ആർ തിൻ tubes that let urine passes from the kidney to the bladder. So കിഡ്നിയിലാണ് നെഫ്രോൺസിൽ യൂറിൻ ഫോം ചെയ്യും. നെഫ്രോൺസ് ആണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി അല്ലേ. അവിടെ ഫിൽട്രേഷൻ നടന്ന മൗമൻസ് ക്യാപ്സ്യൂള്, PCT, DCT, കളക്ട്, ഇൻഡക്റ്റ്, അങ്ങനെ നെഫ്രോൺസിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മുടെ റീനൽ പെൽവിസിൽ യൂറിനെത്തും. ഈ റീനൽ പെൽവിസിൽ യുറീറ്ററാണ്. യുറീറ്റർ എന്ത് ചെയ്യും, വിച്ച് ട്രാൻസ്പോർട്ട് യൂറിൻ ടു ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിൻ്റെ പർപ്പസ് എന്താണ്, സ്റ്റോറേജ് ഓഫ് യൂറിൻ. നമ്മളിങ്ങനെ യൂറിൻ ഫുൾ ടൈം ഫോം ചെയ്യുന്നത്, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ യൂറിൻ എക്സ്പെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല, ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമ്മൾ എക്സ്പെൽ ചെയ്യാൻ പോകും അല്ലേ. അത് ആരാണ്, ആ ഒരു പെർട്ടിക്കുലർ ടൈമൊക്കെ നമ്മുടെ മസിൽസിൻ്റെ റിലാക്സേഷനും കോൺട്രാക്ഷനും കാരണമാണ്. എവിടുത്തെ മസിൽസ്, സ്പിഞ്ചർ മസിൽസ്. സോ ഈ യൂറിനറി ബ്ലാഡറിലാണ് എന്ത്, സ്റ്റോറേജ് ഓഫ് യൂറിൻ ഉണ്ടാവുക. സ്റ്റോറേജ് അവിടെ ആയിരിക്കും നടക്കുന്നത്. സോ ഒരു 220 അല്ലെങ്കിൽ 320 ml ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെൻഡൻസി വരും ലൈക്ക് എക്സ്പെല് ചെയ്യാനായിട്ട്. ഓക്കെ, ഓവോയിഡിൻ ഷേപ്പാണ് നമ്മളിത് പറയുന്നത്. അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഫുള്ളാകുമ്പോഴത്തേനും, അല്ലെങ്കിൽ അത് അത്ര ഷേപ്പ്ലെസ് ആയിട്ടായിരിക്കും, അല്ല ഫില്ലായി കഴിയുമ്പോൾ ഓവോയിഡ് ഷേപ്പിലോട്ടൊക്കെ വരും യൂറിനറി ബ്ലാഡർ. നമുക്ക് അനാട്ടമി നമ്മൾ പഠിച്ചേക്ക് നമുക്കറിയാം. സോ ഇവിടെ ഉള്ള എപ്പിത്തീലിയൊക്കെ നമ്മുടെ ചേഞ്ച് ആവും, ട്രാൻസിഷണൽ എപ്പിത്തീലിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഡെട്രൂസ മസിൽസ്. ഓക്കെ, അതൊക്കെ ബ്ലാഡറിനെ പറ്റിയുള്ളതാണ്. സോ ബ്ലാഡർ ഒരു 320, മാക്സിമം ചിലപ്പോൾ 500 വരെയൊക്കെ പിടിച്ച് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് പറ്റില്ല, അപ്പോഴും ഇതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസോ അങ്ങനെ പിടിച്ച് വെച്ചാൽ. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെൽ ചെയ്യാൻ പോകണം അല്ലേ. സോ ഇത് യൂറിൻ എക്സ്പെൽ ചെയ്യുന്നത് എങ്ങനെയാണ്, യുറീത്ര വഴിയാണ്. സോ അതാണ് ലോവർ പാർട്ട്, അതുവഴിയാണ് നമ്മൾ എക്സ്പെൽ ചെയ്ത് കഴിയുന്നത്. So, the ureters are thin tubes that let urine passes from the kidney to the urinary bladder. Symptoms of kidney stones can include serious pain, upset stomach, vomiting, fever, chills and blood in the urine. So, നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഫീവറും വോമിറ്റിങ്ങും സിവിയർ പെയിനൊക്കെ വരും. പിന്നെ ആകുമ്പോൾ നമ്മുടെ യൂറിനിൽ ബ്ലഡ് കാണാനൊക്കെ തുടങ്ങും. ആദ്യം നമ്മൾ വിചാരിക്കും മേ ബി സ്റ്റൊമക്കിന്, നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്, മേ ബി സ്റ്റൊമക്കിന് എന്തെങ്കിലും ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ യൂറിൻ്റെ ഇത് കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങും. ഓക്കെ, യൂറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ, യൂറിനേറ്റ് ചെയ്യുമ്പോൾ വേദന വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോഴായിരിക്കും നമുക്കിത് മനസ്സിലാവുക. പിന്നെ ഫൈനലി ബ്ലഡൊക്കെ യൂറിനിൽ കാണാൻ തുടങ്ങും. ഇനി വാട്ട് ഈസ് ദ എത്തിയോളജി, അല്ലെങ്കിൽ കോസ് എന്തൊക്കെയായിരിക്കും. ഒന്നിലെ മെറ്റബോളിക് ആയിട്ടുള്ള റീസൺസ് ആവാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പണ്ടത്തെ കാര്യം നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫുഡ് പാറ്റേൺ ചേഞ്ച് ചെയ്തു, നമ്മൾ ഇൻടേക്ക് ഫുഡ് എങ്ങനെയാണ്
അത്ര നല്ല ഫുഡൊന്നും അല്ല ഇപ്പം അത്ര കഴിക്കുന്നത് നമ്മളല്ലേ. അതിൻ്റെ ഡെപ്പോസിഷൻസോ അങ്ങനെയൊക്കെ വന്നിട്ടാവാം, അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സിൻ്റെ ഇൻടേക്ക് അല്ല, അല്ലെങ്കിൽ മേ ബി അത് മേ ബി അൺനോൺ റീസൺസ് ആവാം. സോ മെറ്റബോളിക് ലൈഫ് സ്റ്റൈൽ, ജനറ്റിക് ഫാക്ടേഴ്സ് ഓർ ഡ്രഗ്സ് ആവാം ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെ കോസ് ചെയ്യാം? ഹൈ മിനറൽ കണ്ടൻറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. അതായത് നമുക്കറിയാം ഡ്രിങ്കിങ് വാട്ടറിൽ ഹൈ മിനറൽ കണ്ടൻറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി നമുക്ക് മെറ്റൽസ് നമ്മൾ ഇൻടേക്ക് നമുക്ക് ഉണ്ട്, ഫുഡ് വഴിയൊക്കെ ഈ ഡെപ്പോസിഷൻ മിനറൽസ് ചെല്ലുന്നുണ്ട്, പിന്നെ ഈ വാട്ടറിൻ്റെ കൂടെ ചെല്ലുമ്പോൾ അത്യാവശ്യം എമൗണ്ട് കൂടും. സോ അങ്ങനെ ഹൈ മിനറൽ കണ്ടൻ്റ് ഉള്ള ഡ്രിങ്കിങ് വാട്ടറാണ് ഓഫ് കോഴ്സ് അതിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. ഡയറ്ററി ഇൻടേക്ക്, അതാണ് നമ്മുടെ ഇൻടേക്ക്, ഫുഡിൻ്റെ ഇൻടേക്ക് വഴിയോ ഡയറ്ററി ഇൻടേക്ക് വഴിയോ ആവാം. ഇനി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഫീമെയിൽ ജെനൈറ്റൽ മ്യൂട്ടിലേഷൻ. അതായത് ഒന്നിൽ ഫീമെയിൽ കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യുടെ പണ്ട് വന്നിട്ടുണ്ടോ ഹിസ്റ്ററി നമ്മൾ എടുക്കണം. നമ്മൾ അറിയാമല്ലോ, നമ്മളൊരു കേസ് എടുക്കുമ്പം നമ്മൾ പണ്ടത്തെ ഹിസ്റ്ററി പേഷ്യൻ്റ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുണ്ടോ, നമ്മളൊരു കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മളതൊക്കെ എടുക്കും. ജെനൈറ്റൽ മ്യൂട്ടിലേഷൻസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ആ ഒരു ജെനൈറ്റൽ ഏരിയസിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ഇൻ്റർലിങ്ക് കെറ്ററൈസേഷൻസ് നമുക്കറിയാമല്ലേ, ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ആ ഒരു പ്രോസസ്സിൽ. ഓക്കെ, ന്യൂറോജനിക് ബ്ലാഡർ. ന്യൂറോജനിക് മീൻസ് ന്യൂറോൺ ഈസ് വാട്ട്, നമ്മളെന്താണ് CNS ആയിട്ട് റിലേറ്റ് ചെയ്യുക. അതായത് ബ്ലാഡറിലുള്ള നമ്മുടെ ന്യൂറോൺസിൻ്റെ നെർവ്സിൻ്റെ ആക്ഷൻസിനെ ബാധിക്കുന്ന കേസുകൾ ന്യൂറോജനിക് ബ്ലാഡേഴ്സ്. ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ്. ഇതാണ് നമ്മുടെ റീനൽ സിസ്റ്റം. ഓക്കെ, ഇതാണ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ വ്യൂസ് കാട്ടിയിട്ടുണ്ട്. ഇതാണ് ഹൈലം. ഹൈലം ഈസ് എ സ്ട്രക്ചർ ഇൻ ദ കിഡ്നി ത്രൂ വിച്ച് വെസൽസ് എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ കിഡ്നി. ലൈക്ക് റീനൽ ആർട്ടറി ബ്ലഡ് ഉള്ളിലോട്ട് സപ്ലൈ ചെയ്യും, തിരിച്ച് റീനൽ വെയിൻ വഴി പോവും, യൂറിൻ എക്സ്പെൽ ചെയ്ത് പോകണം റീനൽ പെൽവിസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വിച്ച് യൂറേറ്റർ. പിന്നെ നമുക്ക് കോർട്ടെക്സ് കാണാം, മെഡുല്ല കാണാം, മൈനർ കാലസസ്, മേജർ കാലസസ്. ഇങ്ങനെ ഇതാണ് ഇതിനകത്ത് നെഫ്രോൺസും അതിൻ്റെ പിന്നെ സ്ട്രക്ചറുകളും റീനൽ പെൽവിസും. ഇതാണ് ഒരു കിഡ്നിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് പെത്തോഫിസിയോളജി. പെത്തോഫിസിയോളജി വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഇങ്ങനെ വന്നു, അത് എന്തൊക്കെ കോസ് ചെയ്യാം. അതായത് സ്ലോ യൂറിനേഷൻ ആയിരിക്കാം, ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റിസൾട്ടിങ് ഇൻ സൂപ്പർ സാച്ചുറേറ്റഡ് യൂറിൻ ആയിരിക്കാൻ പോകുന്നത്, വിത്ത് പെർട്ടിക്കുലർ എലമെൻറ്റ്സ് യൂറിനിൽ ഉണ്ടാവാം. ഫസ്റ്റ് ബിക്കം ക്രിസ്റ്റലൈസ്ഡ് ആയിരിക്കാം, ലേറ്റർ ബിക്കം സ്റ്റോണി ആയിട്ടുള്ള രീതിയിലായിരിക്കാം പോകുന്നത്. പിന്നെ എന്തായിരിക്കാം, നമ്മുടെ ലൈനിങ് എപ്പിത്തീലിയത്തിന് ഡാമേജ് വരാം, യൂറിനറി ട്രാക്റ്റിൻ്റെ. ഏതാണ് ലൈനിങ് എപ്പിത്തീലിയം? ഞാൻ പറഞ്ഞു, ഏതാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം അല്ലെ യൂറോത്തീലിയം എന്ന് പറയും. അതിനെന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ മതി. സോ അങ്ങനെയുള്ള കോസുകളൊക്കെ വരാം. മൂന്നാമതായിട്ട് എന്ത് പറയാം, ഡിക്രീസ്ഡ് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് ഇൻ ദ യൂറിൻ ദാറ്റ് വുഡ് അതർവൈസ് പ്രിവെൻറ്റ് സൂപ്പർ സാച്ചുറേഷൻ ആൻഡ് ക്രിസ്റ്റലൈൻ അഗ്രഗേഷൻസ്. ഓക്കെ, ഈ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്റ്റോൺ ഫോർമേഷൻ. നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ കണ്ടില്ലേ, യൂറിനറി ട്രാക്റ്റിൻ്റെ എവിടെ വേണേലും സ്റ്റോൺ നമുക്ക് ഫോം ചെയ്യാം. ഇനി ടൈപ്സ് ഓഫ് സ്റ്റോൺ. എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ്? മെയിൻലി കാൽഷ്യം ഫോസ്ഫേറ്റ്, കാൽഷ്യം ഓക്സലേറ്റ്, യൂറിക് ആസിഡ്, സിസ്റ്റൈൻ, സ്ട്രൂവൈറ്റ്. ഇതൊക്കെ അറിയാം, ഉണ്ടോ ഡയഗ്രത്തിൽ കാണാം. യൂറിക് ആസിഡ്, കാൽഷ്യം സ്റ്റോൺസും അതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ്സ് ആവാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഈ റീനൽ കാൽക്കുലി ഒരു 75 to 85% കാൽഷ്യം സ്റ്റോൺസ് ആണ്. അതായത് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള എന്തൊക്കെയായിരിക്കും, കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിരിക്കും. പിന്നെ വരുന്നത് യൂറിക് ആസിഡാണ്. 8 to 10% എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആയിരിക്കും. സോ മെയിൻലി കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, കാൽഷ്യം എത്ര ഇൻടേക്ക് കൂടിയാലൊക്കെ ബോഡിയിൽ വന്നാൽ ഈ ഡെപ്പോസിഷൻസ് ഫോം ചെയ്യും. ഇത് വന്നാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇൻ കേസ് ഓഫ് പ്രഗ്നൻറ്റ് വുമൻസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ യൂറിനറി ഇതുപോലെ എന്താണ് ബ്ലാഡറിലോ ട്രാക്റ്റിലോ എവിടെയെങ്കിലും ഈ സ്റ്റോൺ ഫോം ചെയ്താൽ നമുക്ക് ആ സമയത്ത് മാക്സിമം നമ്മൾ മെഡിസിൻസ് കൊടുക്കത്തില്ല. അല്ലാണ്ട് തന്നെ മാക്സിമം വെള്ളം കുടിച്ചും അല്ലാണ്ടും ഒക്കെ അത് ഭയങ്കര പെയിൻഫുൾ. ഒന്നാമത് അവർ ആ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും. ആ ഒരു വോമിറ്റിങ്ങും ഭയങ്കര മോർണിംഗ് സിക്നെസ്സും ഒക്കെ ഉള്ള സ്റ്റേറ്റാണ് അവർ ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ. കൂടി ഇതും കൂടെ വന്നാൽ ഇറ്റ്സ് വെരി ഭയങ്കര ഹെക്റ്റിക് ആയിട്ടൊരു ഇതായിരിക്കും അവർക്ക് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഭയങ്കര പെയിൻ ഉണ്ടാവാം, കൂടെ മറ്റേതിൻ്റെ കാര്യവും ഇതെല്ലാം കൂടെ വരുമ്പം ആകെപ്പാടൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാക്സിമം മെഡിസിൻസ് കൊടുക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ കംപ്ലയിൻസ് ഉള്ള ആൾക്കാർക്കും ഡയറക്റ്റ് നമ്മൾ പെട്ടെന്ന് മെഡിസിൻസ് കൊടുക്കുക. മാക്സിമം അത് തന്നെ പോകാൻ തന്നെയായിരിക്കും നമ്മൾ നോക്കുക. ഓക്കെ, തീരെ പറ്റാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യും, സർജറീസ് പറയും. ഓക്കെ,
സോ ഡയറ്ററിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം? റെസ്ട്രിക്റ്റിംഗ് പ്രോട്ടീൻ ടു 60 gram per day ഈസ് റെക്കമെൻഡഡ് ടു ഡിക്രീസ് യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് കാൽഷ്യം ആൻഡ് യൂറിക് ആസിഡ്. പിന്നെ ഓക്സലേറ്റ് കണ്ടെയ്നിങ് സ്പിനാച്ച്, സ്ട്രോബെറീസ്, ടീ, പീനട്ട്, വീറ്റ് വെയിൻ മേ ബി റെസ്ട്രിക്റ്റഡ്. അതായത് ഓക്സലേറ്റ് നമ്മൾ പറയും ടൊമാറ്റോയിൽ എക്സസ് ടൊമാറ്റോ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം അല്ലേ. സോ ടൊമാറ്റോ എക്സസ് ആയിട്ട് കഴിക്കുന്ന ഒരാൾക്ക് യൂറിനറി ട്രാക്റ്റിൽ ഇതുപോലെ സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ടൊമാറ്റോ ഇസ് റിച്ച് ഇൻ ഓക്സലേറ്റ് കോമ്പൗണ്ട്സ്. അതായത് ഓക്സലേറ്റ് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, ലൈക്ക് സ്പിനാച്ചും ടൊമാറ്റോ ഒക്കെ. സോ ഇത് കൂടുതൽ കഴിച്ചാൽ എന്താ, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൊമാറ്റോ ഒക്കെ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നവർക്ക് ഡെപ്പോസിഷൻസ് വന്ന് ഇതുപോലെ സ്റ്റോൺ ഫോർമേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിനൊക്കെ നമ്മളൊരു മിനിമം ലൈക്ക് ഇത്ര കഴിക്കുക, ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ മിനിമം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കഴിക്കാവുള്ളൂ. ഓക്കെ. റെസ്ട്രിക്റ്റ് കാൽഷ്യം ഇൻ ദ ഡയറ്റ്, അതായത് ആൻഡ് സ്റ്റോൺസ് ആർ ക്ലിയർലി ഡ്യൂ ടു എക്സസ് ഡയറ്ററി. ഓക്കെ, നമ്മൾ ഡയറ്ററി കാൽഷ്യം കൊണ്ടാണ് ഇങ്ങനെ സ്റ്റോൺ ഫോർമേഷൻ വരുന്നുണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഡയറ്റിൽ നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ തന്നെ വേണം. ദെൻ ലിബറൽ ഫ്ലൂയിഡ് ഇൻടേക്ക് അലോങ് വിത്ത് ഡയറ്ററി റെസ്ട്രിക്ഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് സോഡിയം ഇൻക്രീസ് ഫ്ലൂയിഡ് ഇൻടേക്ക്. ഓക്കെ, അതായത് ലിബറലായിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഇൻടേക്ക് വേണം. വിത്ത് ഡയറ്ററി റെസ്ട്രിക്ഷൻ ആണെങ്കിലും നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്കിന് ഒരു ചേഞ്ചസ് നമ്മൾ വരുത്താൻ പാടില്ല. ഫ്ലൂയിഡ് ഇൻടേക്ക് കുറഞ്ഞാലും സ്റ്റോൺ ഫോർമേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ യൂറിനറി ട്രാക്റ്റും നമ്മുടെ മെയിൻലി നമ്മൾ പറഞ്ഞത് റീനൽ കോളിക്കിനെ പറ്റിയാണ്, അതായത് കിഡ്നി സ്റ്റോൺ ആയിരുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ ടു യു. നമ്മൾ ജനറലി ഇത് ഫിസിയോളജി പഠിക്കുന്നൊരു ടോപ്പിക്കാണ്. പിന്നെ കിഡ്നിയുടെ സ്ട്രക്ചേഴ്സൊക്കെ അനാട്ടമി പഠിക്കും. അത്ര ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമല്ല, പക്ഷെ നമുക്ക് ക്ലിനിക്കലി എപ്പോഴും വരാൻ പറ്റുന്നൊരു കേസാണ്. ആൻഡ് ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ ടു യു. ബൈ ടിൽ ദെൻ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.